ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നല്ലൊരു ഇൻകം ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ 1 ലാഖിലധികം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ആർട്ടിസ്റ്റിനെ നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. സോ ഞാൻ ആർട്ടിസ്റ്റ് സഫൽ ഞാൻ അതുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഹായ്. ഹലോ. ഹായ് വിപിൻ, എന്തുകൊണ്ട് വിശേഷമൊക്കെ? നന്നായിട്ട് പോകുന്നു. ഓക്കെ, നമുക്കിപ്പോ കുറെ പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ. നമുക്കിപ്പോ എല്ലാവരുടെയും ഒരു മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ജോലി മേടിക്കുക, ആരുടെയൊക്കെ കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലാതെ നമ്മുടെ കഴിവുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നും ആരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാറ് പോലും ഇല്ല. സോ അത്തരത്തില് എനിക്ക് അറിയാവുന്ന കുറെ അധികം ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല ഗ്രോത്ത് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും ആ ഒരു പോസിബിലിറ്റീസ് കാര്യങ്ങൾ മനസ്സിലാവാൻ ശ്രമിക്കാറ് പോലും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഈ ഒരു കഴിഞ്ഞ ദിവസം ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സഫലിനോട് ഒന്ന് പറയുവാണ്. സോ സഫൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എവിടെ നിന്നാണ് വരുന്നത്, എന്താ ചെയ്യുന്നത്, ഏത് തരം ആർട്ട് വർക്കിലൊക്കെ ചെയ്യുന്നത്, അതൊന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് സഫൽ അൻസാരി എന്നാണ് കേട്ടോ. ഞാൻ പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്. ശരിക്കും ഒരുപാട് കാലം മുമ്പേ ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട് ചെറുപ്പത്തിലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും എൻ്റെ ആർട്ടിൻ്റെ തുടക്കം. എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ടിൻസി എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. എനിക്ക് വരയ്ക്കാൻ അറിയാവോ എന്തോന്നും എനിക്കറിയില്ല. ഒരു ദിവസം പുള്ളിക്കാരത്തി എന്നോടൊരു പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞു. ക്ലാസ്സിൽ ഒരു പരിപാടി തന്നതാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞു. ഞാനൊരു പടം വരച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ കോഴി പോലത്തെ ഒരു സാധനം തന്നിട്ട് ടീച്ചർ വരയ്ക്കാൻ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു റെഡ് കളറിലേക്ക്. അപ്പം ഞാനത് വരച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചറിന് ഭയങ്കരമായൊരു സന്തോഷം. അപ്പോൾ എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല എന്തോ സംഭവം എന്നുള്ളത്. പിന്നീട് ടീച്ചർ എൻ്റെ പേരൻസിനെയൊക്കെ വിളിച്ചു, എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഇതുപോലെ ഞാൻ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. വരയ്ക്കും, പിന്നെ എപ്പോഴും വരയ്ക്കാമെന്ന് പറയുമ്പോൾ കേൾക്കത്തില്ല, ചിലതൊക്കെ വരയ്ക്കും. അപ്പം അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഒരു ദിവസം പറഞ്ഞു, നീ ഒരുപാട് വരയ്ക്കുമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു കേട്ടോ. ശരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പിന്നീട് ഒരു പടം വരച്ചു. അതേ സെയിം പാറ്റേണിൽ തന്നെ മറ്റേ അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു സ്ക്യുറലിൻ്റെ പാഠം പഠിപ്പിക്കുമായിരുന്നു, ഒരു ചാപ്റ്റർ. അപ്പോൾ ഒരു അണ്ണാനെ വരയ്ക്കാൻ പറഞ്ഞു ടീച്ചർ. അപ്പം അണ്ണാനെ വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വരയ്ക്കാൻ അറിയാമല്ലോ എന്നുള്ള ചിന്ത എനിക്ക് വന്നു കേട്ടോ. അപ്പം അങ്ങനെ ടീച്ചേഴ്സൊക്കെ എന്നെ കൊണ്ട് സ്ഥിരം നിരന്തരം അവരുടെ അപ്പുറത്തെ ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലൊക്കെ, ഞാൻ 2nd സ്റ്റാൻഡേർഡിലായിരുന്നു പഠിച്ചത്, ആ ക്ലാസ്സുകളിലൊക്കെ ഡ്രോയിങ്സ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വരച്ചു. പിന്നെ കുറച്ച് കളറുകൾ, അന്നേ പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ് ഈ വാട്ടർ കളർ. ഈ സ്റ്റുഡൻസ് വാട്ടർ കളറായിരുന്നു ഞാൻ അന്ന് നമുക്കതല്ലേ അറിയുള്ളൂ. അപ്പം എൻ്റെ മാമനുണ്ടായിരുന്നു, പുള്ളിക്കാരൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കളറ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ ചുമ്മാ തുടങ്ങിയതാ ഈ ആർട്ട് ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ നാളായി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ പാപ്പ ഉമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. നീ എന്തിനു വേണമെങ്കിലും പൊക്കോ. എനിക്ക് ഇതുവരെ അവരെ ഒന്നിനും തടഞ്ഞിട്ടില്ല, എന്നോടൊന്നിനും നോ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ വരച്ച് തുടങ്ങി. നമുക്കറിയില്ലല്ലോ കുറേ നാൾ പല രീതികളും പല കാര്യങ്ങളും കാരണം എനിക്കിപ്പം കറക്റ്റ് ഒരു 22 വയസ്സായിട്ടേ ഉള്ളൂ. ഈ ജനുവരി 11-നായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിനുൾപ്പെടെ ആ ഒരു രീതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യും. ഞാൻ ഒരുപാട് മ്യൂറൽസ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മ്യൂറൽസാണ് കേട്ടോ. മ്യൂറൽസ്, പിന്നെ അതുപോലെ തന്നെ അക്രിലിക് പെയിൻറ്റിങ്സ് ഒക്കെയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശിഷ്ട ധവളപ്രകാശം. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള കളറുകൾ കൊണ്ട് വരയ്ക്കുന്ന, മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇതെങ്ങനെ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്കറിയില്ല. നമുക്ക് ഒരാളെ കിട്ടുമ്പോഴേ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് പടം വരച്ച് തരണം, അവരുടെ വാളിൽ ഇങ്ങനത്തെ സാധനം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. ഇതുവരെ ശരിക്കും എനിക്ക് എൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു, എവറസ്റ്റ് രാജ് എന്നാണ് പുള്ളിയുടെ പേര്, നമ്മുടെ തൃപ്പൂണിത്തറയില. അപ്പം അങ്ങനെ ഞാൻ ആർട്ട് പഠിക്കാൻ വേണ്ടി എറണാകുളത്ത് കുറച്ച് ദിവസം പോയി. അപ്പോൾ കഴിയുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, 1 രൂപയെങ്കിലും മേടിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാതെ നമ്മൾ ആർട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. അത് ഞാൻ കീപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ആർട്ട് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളിലൊന്നും ചില ആൾക്കാരൊന്നും നമുക്ക് പേയ്മെൻറ്റ് മേടിക്കാനും പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇതിനൊക്കെ ഒരുപാട് അറിയാം അതിനെക്കുറിച്ച്. അങ്ങനെ നമ്മളെ ചുറ്റുപാടും ഉള്ള ആൾക്കാർ, അതായത് നീ അത് ചെയ്യാൻ പോകണം, നീ ഇത് ചെയ്യാൻ പോകണം, നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ചിട്ട് അവരുടെ കൂട്ട് ഇങ്ങനെ വരയ്ക്കാനുള്ള പ്ലാനിങ് ആണോ, അവർക്കൊന്നും അറിയില്ല ആർട്ടിനെ കുറിച്ച് എന്താണ്.
പക്ഷെ എന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഫാദർ ജോഷി സെബാസ്റ്റ്യൻ. പുള്ളി എൻ്റെ ഓരോ ആർട്ടുകളും പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പം അങ്ങനെ പുള്ളി എന്നെ ലൈഫിൽ എന്നെ ഇങ്ങനെയുള്ള തുടക്കങ്ങളുണ്ടല്ലോ, നമുക്കിങ്ങനെയൊക്കെ എടുത്ത് വെച്ച് തരാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ തുടങ്ങിയതാണ്. അപ്പം ഞാൻ ഒരു ഇടയ്ക്കൊരു CBSE പോയി, സ്റ്റേറ്റിൽ പഠിച്ചിട്ട് CBSE പോയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവാതെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായ രീതിയിൽ ലാംഗ്വേജൊക്കെ ഭയങ്കര ഫ്ലുവൻസി. ഞാൻ അത്രയും ദിവസം സ്റ്റേറ്റിലൊക്കെ പഠിച്ചിട്ട് പോയിട്ട് എനിക്കൊന്നും അറിയില്ല, ആകെ ടെൻഷൻ. എനിക്കാണെങ്കിൽ എങ്ങനെ പറഞ്ഞു നിൽക്കണമെന്നും അറിയില്ല. പിന്നെ എനിക്കറിയില്ല എന്തോ പറയണം, എങ്ങനെ പഠിക്കണമെന്നൊന്നും എനിക്കൊരു പിടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ പിടിച്ചിരുന്ന കുറച്ചെങ്കിലും ആർട്ടിലൂടെ ഒരു ഇത് വന്നത്. പിന്നെ അപ്പോഴും നമുക്ക് പല രീതിയിൽ അറിയില്ലല്ലോ എങ്ങനെ ഇതിനെക്കുറിച്ച്. നമ്മുടെ ചുറ്റുപാട് മുഴുവനും ഇതിനെ താഴ്ത്തി കിട്ടുന്ന പല ആൾക്കാരുമാണ് ഏറ്റവും കൂടുതൽ ആണേ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുക, ഒരാർട്ടിസ്റ്റ് ആണോ നിങ്ങൾ, ഉറപ്പായും എവിടെ പോയാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ 100% ജീവിക്കും. കാര്യം ഞാൻ കാണിച്ചുതരാം. ഇതൊരു സാധനം ഞാൻ ഒരു 10-12 വർഷം മുമ്പ് അച്ചൻകോവിൽ ആറ്റിനടുത്തൊരു സാധനമാണ്. ഈ സാധനം ഞാൻ വരച്ചത് കുറച്ച് നാൾ മുമ്പ് ഞാൻ വരച്ച് 2-3 എണ്ണം വരച്ചതേ ഉള്ളൂ. എത്ര എണ്ണം സെയിലായിട്ടുണ്ടെന്ന്, എത്ര പേർക്ക് ഞാൻ 20,000 രൂപ അതിൽ മേളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഇതൊരു കല്ല, ഈ കല്ലിൽ ഞാൻ വരച്ചത്. ഇതാണ് എൻ്റെ കളർ തീം. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരയ്ക്കുന്ന ഇഷ്ടം. ഞാൻ പോർട്രേറ്റ്സ് വരയ്ക്കും, എല്ലാ തരത്തിലുള്ള ഡ്രോയിങ്സ് ചെയ്യും. മനസ്സിലായോ? ഒരു ആർട്ടിസ്റ്റിന് ഒരു കരിക്കട്ട കൊടുത്താലും വിൽക്കാൻ അറിയാമെങ്കിൽ അവൻ വിറ്റിരിക്കും, പൈസ ഉണ്ടാക്കിയിരിക്കും. 100% ഞാൻ പറയുക, പണ്ടത്തെ കാലമല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനകത്തും വരണ്ട. അല്ല വിപിനെ, ഒന്ന് ആലോചിച്ച്. ഈ ഒരു ഇഷ്യൂ ആണ് പലർക്കും ഉള്ളത്. കാരണം നമുക്ക് നല്ലൊരു സ്കില്ലുണ്ട്, പക്ഷെ അത് എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നറിയില്ല, എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യണം എന്നറിയില്ല. നമ്മളിപ്പോൾ കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ ഞാനും അത് ആദ്യം അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു പ്രോപ്പറായിട്ട് ഇന്നത് ചെയ്യണം, ഫസ്റ്റ് ഇത് ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഗൈഡൻസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സാധനം കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു ബിസിനസ് മൈൻഡ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു നോർമൽ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു പലർക്കും ഇത്തരത്തിൽ ബിസിനസ് ആംഗിളിലോട്ട് നോക്കി കാണാനോ അത്തരം കാര്യങ്ങളിലോട്ട് വല്ലാണ്ട് ഫോക്കസ് ചെയ്യാനോ അവരെ ആ ഒരു റൂട്ട് ലെവലിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കുറെ എൻ്റെ ഒരു മിഷൻ ഐഡിയ വെച്ചിട്ടുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ വരയ്ക്കാൻ അറിയുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട് നമുക്ക് കിട്ടും. സോ അവരെയൊക്കെ നല്ലൊരു ഇൻകം അവർക്ക് ഈ ഒരു ആർട്ടിലൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ നല്ല രീതിയിൽ ആർട്ടിലൂടെ ഇൻകം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും വേറെ ആൾക്കാരൊക്കെ ചോദിക്കും എന്താ ജോബ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ടെന്ന് പറയുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ട് എന്ന് പറയുന്നത് ബാക്കിയൊരു പ്രൊഫഷൻ പോലെ ആർക്കും ഒരു പ്രൊഫഷനായിട്ട് ആൾക്കാരുടെ ഉള്ളിൽ എത്തിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് ഈ ഒരു ആർട്ട് പ്രൊഫഷൻ ആയിട്ടുള്ള കുറേ അധികം ആൾക്കാരെ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു സമൂഹത്തിലുള്ള ആൾക്കാരുടെ മൊത്തമുള്ള ചിന്താഗതിയെ തന്നെ മാറ്റി മറിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ ഒരു ഭയങ്കര ഹാപ്പി ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ 1.5 lakhs മുകളിൽ ആർട്ട് വർക്കിലൂടെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ കറക്റ്റായ രീതിയിൽ നമ്മളതിനെ ഒരു ആർട്ട് വർക്ക്, അതിലൊരു യൂണീക്നെസ് കണ്ടുപിടിച്ച് അതിനകത്ത് നല്ല രീതിയിലുള്ള ആർട്ട് വർക്കുകൾ നമ്മൾ സ്ഥിരമായി ചെയ്യണം. നമുക്ക് ആർട്ട് വർക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോർട്രേറ്റ് വരച്ചിട്ട് ഡിജിറ്റൽ ഡ്രോയിങ്സ് ഒക്കെ വരച്ചിട്ട് അതിനെ നമ്മൾ സെയിൽ ചെയ്യാണ്. നിലവിൽ സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് സെയിൽ ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി ഈ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഖത്തറിൽ, ദുബായിൽ, ഇവിടെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സെയിൽ ചെയ്തത്. മനസ്സിലായി? അപ്പം നമുക്ക് എല്ലായിടത്തും പറ്റും ആ കാര്യം. ഇപ്പം ആമസോണിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ലിസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ചിത്രങ്ങൾ വിൽക്കാൻ പറ്റും. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ കല്ല് ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ചിരട്ട ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള എന്തും ആയിക്കോട്ടെ, ഇതിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ രീതിയിൽ ഇപ്പം ഇതിനെ ചിലപ്പോൾ ഒരു പേപ്പർ വെയിറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പല സാധനങ്ങളും കാണും. അപ്പം അതിനെയൊക്കെ ഒരു ആർട്ടിലൂടെ ചിന്തിച്ചാൽ മതി. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആർട്ടാണെന്നുള്ള കാര്യം. അപ്പം ഈ എന്തൊരു ഷേപ്പ് ഉണ്ടാക്കണമെങ്കിലും അതിനകത്ത് ആർട്ടില്ലേ. അപ്പം ആർട്ടിസ്റ്റിന് ഒരു ഭയങ്കരമായ രീതിയിലൊരു സാധ്യതയില്ലേ ഇന്ന് ഈ ലോകത്ത്? സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്. ഇപ്പോൾ ആമസോണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാകും. ആമസോണിലൂടെയാണോ ഈ ഒരു ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? ആമസോണിലൂടെ ഞാൻ പറയാം, അല്ലല്ല, ഒരിക്കലും അല്ല. നമുക്കിപ്പോൾ ഒരു ആർട്ട് സെയിൽ ചെയ്യണമെന്ന ആൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് മെയിൻ ആയിട്ട് റിക്വയർമെന്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു ഓഫീസ് ആണെങ്കിലോ, വലിയൊരു
കയ്യിൽ കുറെ കാശ് വേണം മാർക്കറ്റ് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ? ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവനൊരു പെയിന്റോ ബ്രഷോ അല്ലെങ്കിൽ അവനൊരു കരിക്കട്ടയായാലും മതി പിന്നെ വിൽക്കാൻ. കറക്റ്റായ രീതിയിൽ വിൽക്കാൻ പഠിച്ചാൽ എന്ത് നടക്കും. ഈ ഒരു മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് പലർക്കും ഉള്ളിലുള്ള ഡൗട്ടുകളാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറേ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന വിചാരിക്കുക അല്ലെ. ഞാനിപ്പോൾ ഒരു 1 lakh ഒക്കെ അച്ചീവ് ചെയ്ത സമയത്ത് 3,000 ആയിരുന്നു ഞാൻ അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യ ടൈമിലൊക്കെ ആകുമ്പോൾ ഒരു 200 രൂപയ്ക്കൊക്കെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും മാർക്കറ്റൊക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു വീക്ക് 2 വീക്കിലുള്ള വർക്കുകളൊക്കെ കിട്ടുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു പേടി അതാണ്, കുറെ നമ്മുടെ കാശ് നഷ്ടമാവുമോ എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? കാശ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും നഷ്ടമാവത്തില്ല. നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും അതിനൊരു നഷ്ടമാവത്തില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ലേ എന്നും പറഞ്ഞിരിക്കുന്നതിലും നല്ലത് ഉള്ളത് വെച്ചിട്ട് ട്രൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമുക്കിങ്ങനെ കിടക്കല്ലേ. ഇപ്പം ഒരു ഡ്രോയിങ് ചെയ്യാൻ ഒരു സ്റ്റുഡിയോ വേണമെന്നില്ല. ഒരു ഡ്രോയിങ് ചെയ്യാൻ ഒരു സ്റ്റുഡിയോ വേണമെന്നില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു മലയുടെ മണ്ടയ്ക്ക് പോയി ഇരുന്ന് നമ്മൾ വരച്ചാലും അത് നല്ല പ്രകൃതി രമണീയമായ ചിത്രങ്ങൾ നമുക്ക് അവിടെ വരച്ച് അതിനെ നമുക്ക് പരസ്യമായിട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് സ്റ്റുഡിയോ തന്നെ വേണമെന്നില്ല. നമുക്കൊരു പഹറപ്പുറത്ത് പോയിരുന്ന് വരയ്ക്കാം, എവിടെയും പോയിരുന്ന് വരയ്ക്കാം. നമ്മൾ എടുക്കുന്ന ഒരു സാധനം, നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണെങ്കിലും ഏതൊരു ഫോട്ടോ ആണെങ്കിലും അതിൽ നിങ്ങൾ ചിത്രം വരയ്ക്കുന്നതിൽ മാത്രമല്ല ആർട്ടിസ്റ്റ്. നിങ്ങൾ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചുറ്റുപാടും നിങ്ങൾക്ക് അതൊരു ക്യാൻവാസ് ആക്കി നിങ്ങൾ മാറണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു ഫോൺ ആണെങ്കിൽ പോലും ആ ഫോണിൽ നിങ്ങൾ എങ്ങനെ വീഡിയോ എടുക്കണം, നിങ്ങൾ എടുക്കുന്ന രീതി പോലിരിക്കും നിങ്ങളുടെ മാർക്കറ്റിംഗ്. നിങ്ങൾ എടുക്കുന്ന വീഡിയോ മനോഹരമാണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ സെയിൽ ചെയ്യാം. മനസ്സിലായോ? നമുക്കിപ്പോ ഇന്ന് വലിയൊരു സാധ്യത തന്നെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ യുഗം നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ പലർക്കും അത് അറിവില്ലായ്മ കൊണ്ട് നമ്മളത് യൂസ് ചെയ്യാതെ പലരും വേറെ പല കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ടും നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഇൻകം ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തന്നെ ഉണ്ടാവാനായിട്ട് പറ്റട്ടെ. വരും ദിവസങ്ങളിലൊക്കെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം പ്രൊഫഷണലി സ്വീകരിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ടും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലോട്ടും ഇറങ്ങി വരാനായിട്ട് പറ്റട്ടെ. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ തന്നെ ഉണ്ടാവാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷനോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.